ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. കാരണം ഞാൻ ഇറ്റലിയിൽ വന്നിട്ട് ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന കൺട്രി എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡ് ആണ്. അപ്പോൾ ചെറുതൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിലോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നുമല്ലോ. നമുക്ക് അറിഞ്ഞിട്ടൊന്നുമല്ല, എന്നാൽ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മുടെ തന്നെ മനസ്സിൽ എനിക്ക് ഈ സ്ഥലത്ത് പോകണം, അങ്ങനെയുള്ളൊരു സ്ഥലമാണ് എനിക്ക് സ്വിറ്റ്സർലാൻഡ്. അതെന്താ ഏതാണെന്നൊന്നും അറിയില്ല, പക്ഷേ എന്തോ ഒരു ഇഷ്ടം പണ്ട് മുതലേ തോന്നിയൊരു സ്ഥലമായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നതും. ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ വന്ന സമയത്തായിരുന്നു ഇവിടെ നടക്കുന്ന ചോക്ലേറ്റ് ഫെസ്റ്റിവൽ. ഇതെന്ന് പറയുന്നത് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ചോക്ലേറ്റ് ഫെസ്റ്റാണ്. അതും ഇവിടെ നടക്കുന്നത് ജനീവയിലുള്ള വെർസോയിക്സ് എന്നുള്ള പ്ലേസിലാണ് ഇപ്രാവശ്യത്തെ ഈ ചോക്ലേറ്റ് ഫെസ്റ്റ് നടന്നത്. ഞാൻ ഈ സ്റ്റോൾസിൽ കയറിയതും ഈ ഫസ്റ്റ് സ്റ്റോളിൽ നിന്ന് തന്നെ ഈ ചോക്ലേറ്റ് ഡിപ്ഡ് സ്ട്രോബെറീസ് വാങ്ങി കഴിച്ചു. എന്തിനാണാവോ, എല്ലാം കണ്ടിട്ട് കഴിച്ചാൽ മതിയായിരുന്നു. കാരണം അത് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ തലയിലുള്ള കിളി പാറിപ്പോയി. കാരണം ഒന്നാമത് നല്ല മധുരമാണ്, എനിക്ക് മധുരം ടോളറൻസ് നല്ല കുറവാണ്. പിന്നെ ഇവിടെ കുറേ സാമ്പിൾസ് തരും അവർ ടേസ്റ്റ് ചെയ്യാനായിട്ട്. പല ടൈപ്സ് ചോക്ലേറ്റ്സ് ഉണ്ട്. ഈ അടുക്ക് വെച്ചിരിക്കുന്നതൊന്നും ബ്രിക്സ് അല്ല കേട്ടോ, ഇതൊക്കെ ചോക്ലേറ്റ് ബാർസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചോക്ലേറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ഇതുപോലത്തെ ഈ മുട്ട ഷേപ്പിലുള്ള ചോക്ലേറ്റ്സ് ഞാൻ കണ്ടു. പിന്നെ പല ടൈപ്സ് ഈ നട്ട്സിലുള്ള വെറൈറ്റീസ്. ഈ കാണുന്നത് ഈ പിള്ളേർക്കൊക്കെ ഉള്ളൊരു ഇതുപോലെയായിരുന്നു, എൻ്റർടൈൻമെൻറ്റ് സെഷൻ പോലെ. അവർ പറയുന്നതിനനുസരിച്ച് ഇവരിങ്ങനെ ഓരോ സ്ഥലത്ത് ഈ ചോക്ലേറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ചോക്ലേറ്റിൻ്റെ സിറപ്സിൽ തന്നെ ഭയങ്കര ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല തിരക്കായിരുന്നു അവിടെ. കാരണം ഒന്നാമത് വർഷത്തിൽ 2 ദിവസം മാത്രം നടക്കുന്ന ഒരു ഫെസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ തന്നെ പുറത്ത് ഫുഡ് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. കുറേ മധുരം ഞാൻ കഴിച്ചു. പിന്നെ കുറേ എനിക്ക് തന്നപ്പോൾ അവർ തരുമ്പോൾ വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ, എന്നിട്ട് ഞാൻ എൻ്റെ കൂടെയുള്ള കുട്ടികൾക്ക് കൊടുക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. രാവിലെ ഈ ചോക്ലേറ്റ് ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഈ ചോക്ലേറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് എൻ്റെ തല ലാസ്റ്റ് മത്ത് പിടിച്ച പോലെയായി. ഇങ്ങനെ നടക്കാൻ പോലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഉച്ചയൊക്കെ ആയപ്പോൾ ഫെസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പോയത് ജനീവ ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും ഫ്രീ ഹെയർ ഇടുന്ന ഞാൻ എന്തെങ്കിലും ഹെയറിൽ വെറൈറ്റി ആക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു. പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് ഭയങ്കര ബ്രീസി ഡേ ആയിരുന്നു അത്. എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ഒരു കൺട്രോളും ഇല്ലാണ്ടാണ് പാറിക്കൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിലും അങ്ങനെയല്ലേ വരുള്ളൂ. വെറൈറ്റി ആയിട്ടൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ അത് നടക്കാറില്ല എനിക്ക്. ഇവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നല്ല ഫോട്ടോസ് എടുക്കാന്നൊക്കെ പറഞ്ഞ് നല്ല പോസിലൊക്കെ ഇരുന്നതാ. പക്ഷേങ്കിൽ ഈ കാറ്റ് കാരണം ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ഫോട്ടോ പോലും എനിക്ക് മര്യാദയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അഹങ്കാരത്തിന് ഞാൻ ടെമ്പറേച്ചർ നോക്കിയിട്ട് എൻ്റെ ബഫർ ജാക്കറ്റ് പോലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് അവിടുന്ന് നല്ല ബ്രീസി ആൻഡ് വിൻഡി ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ലേക്കൊക്കെ അല്ലേ, വേഗം പോയിട്ട് വരാം, ഇതിലൊക്കെ എന്താ ഇപ്പം ഇത്ര ഇരിക്കണം, ജസ്റ്റ് കണ്ടിട്ട് വരാം. പക്ഷേ അടിപൊളി വ്യൂ ആയിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല, പോയാൽ വരാനേ തോന്നില്ല. ഇത് കണ്ടോ, ഞാൻ അവസാനം എന്നെ മൂടിക്കെട്ടി ഈ കാറ്റത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചെവിയൊക്കെ തണുക്കാൻ തുടങ്ങി, കഴുത്തൊക്കെ തണുക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഭംഗിയൊന്നും നോക്കിയില്ല, തലയൊക്കെ മൂടിക്കെട്ടി നടക്കാൻ തുടങ്ങി. ലേക്ക് ജനീവ എന്ന് പറയുന്നത് വളരെ വലിയൊരു ലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനടുത്ത് തന്നെ ഒരു ചേർച്ച് ഉണ്ട്. ആ ചേർച്ച് ഭയങ്കര ഫേമസ് ആണ്. സോ അവിടെ പോയി, അപ്പോൾ അവിടുന്ന് ടോപ്പിൽ കയറിയാൽ അതിൻ്റെ മൊത്തത്തിലൊരു വ്യൂ നമുക്ക് കിട്ടും. നല്ല കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആയിരുന്നു. അവിടെ ഇരിക്കാനും നല്ല സുഖം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മൊത്തത്തിൽ വയ്യാണ്ടായതുകൊണ്ട് എങ്ങനെയെങ്കിലും തിരിച്ച് എത്തിയാൽ മതിയെന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള വാട്ടർ ഫൗണ്ടെയിൻ ആണ്. പക്ഷെ ഞാൻ പോയ ദിവസം എന്താ അറിയില്ല, ഈ വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് തിരിച്ചു വരുമ്പോൾ ഉള്ള ബസ് ലേക്ക് ജനീവേൻ്റെ അവിടെ നിന്നായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് ഈ ഫൗണ്ടെയിൻ കണ്ടപ്പോഴേ ഞാൻ അങ്ങോട്ടേക്ക് ഓടിപ്പോയി. ഒരു 20 മിനിറ്റ്സ് നേരത്തെ ആയിരുന്നു ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ അങ്ങനെയും ഞാൻ കുറേ സമയം നിന്നു. എനിക്ക് ഇങ്ങോട്ട് വരാനേ തോന്നിയില്ല. എന്ത് രസമായിരുന്നു എന്നറിയാം ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും വന്നല്ലേ പറ്റുള്ളൂ. വേറെ പാർട്ട് ഓഫ് സ്വിറ്റ്സർലാൻഡ് ഇനിയും കാണാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടെ വീഡിയോ ഇവിടെ നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.